ഇറ്റ്സ് മീ വിനിത. വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് ബ്ലിസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പുല്ലുപറമ്പ് അംഗനവാടിയിലാണ്. നമ്മളുടെ ഡൈജസ്റ്റർ ഈ അംഗനവാടിയിൽ കുറച്ച് കാലത്തോളമായി ഉപയോഗിക്കുന്നുണ്ട്. അംഗനവാടിയിലെ ടീച്ചറായിട്ടുള്ള ശോശാമ്മ ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഡൈജസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ടീച്ചറോട് തന്നെ നേരിട്ട് ചോദിക്കാം. ടീച്ചറെ നമസ്കാരം. ഒരു വർഷമായി അംഗനവാടിയിൽ ഇത് ഉപയോഗിച്ച് വരുന്നു. അംഗനവാടിയെ സംബന്ധിച്ച് ഇപ്പം വേസ്റ്റൊക്കെ വലിച്ചെറിയുന്ന രീതി മാറിയത് കൊണ്ട് ഇത് നല്ലൊരു പരിപാടിയാണ്. ഇത് കുട്ടികൾക്ക് നമ്മൾ വെക്കുന്ന ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെയാണ്. മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കുന്ന ദ്രുതകംസേന എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ്. സമയം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ അതിൻ്റെ വേസ്റ്റ് അതിലേക്ക് ചെയ്യുന്ന ആ പൊടി ഞങ്ങൾക്ക് ലഭ്യമാക്കണം. പിന്നെ വേസ്റ്റ് നല്ല രീതിയിലൊരു നിക്ഷേപിക്കാൻ പറ്റിയ സൗകര്യം തന്നതിൽ വളരെ സന്തോഷമാണ്. നമ്മൾ തന്നെ ഇനോക്കുലം പൗഡർ ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതുവരെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് എങ്ങനെ അത്രമാത്രം അതിൽ ഉപയോഗിക്കണം എന്നറിയത്തില്ല. ഞങ്ങൾ കുറച്ച് അതിൽ കൊടുത്തിട്ട് പെട്ടെന്ന് തീർന്നു. ഇപ്പോൾ ഇട്ടിട്ട് 2-3 മാസത്തിൽ ഏറെ ആയിട്ടുണ്ട്. അപ്പം ആ പൊടി അതിലില്ല. അപ്പോൾ അത് ദ്രവിക്കുന്നത് കുറവ്, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ അകത്ത് മണ്ണിരയാണെങ്കിൽ അത് വേഗം പൊടിഞ്ഞേനെ. ഇത് ഇപ്പോൾ ഈ പൊടി ഇടുന്നതുകൊണ്ട് അതിൽ പൊടിച്ചിൽ എങ്ങനെയാണെന്നുള്ളത് കാര്യമില്ല. മനസ്സിലാകുമ്പോൾ നമ്മൾ മണ്ണിനെ കമ്പോസ്റ്റ് ചെയ്ത് ശീലമുണ്ട്. അതുകൊണ്ട് അത് വേഗം പൊടി 40 ദിവസം കൊണ്ടൊക്കെ അത് പൊടിയും. ഇതിലേക്ക് ആ പൊടി ഇട്ടിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പൊടിച്ചിലിൻ്റെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഇതാകുന്നില്ല. എന്ന് വെച്ചാൽ കുറവാണ്. നമുക്കിത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടാങ്ക് ഫില്ലായിട്ട് സെക്കൻഡ് ടാങ്ക് യൂസ് ചെയ്ത് ആ സെക്കൻഡ് ടാങ്കും നമ്മുടെ ഫസ്റ്റ് ടാങ്കിന്റെ അത്ര വേസ്റ്റ് വരുന്ന ഒരു കാലയളവ് ഉണ്ടല്ലോ. ആ കാലയളവിലാണ് നമ്മുടെ ഫസ്റ്റ് ടാങ്കിലെ നമ്മൾ ഇട്ട് കൊടുത്ത ഫുഡൊക്കെ വേസ്റ്റ് ആയിട്ട് വളങ്ങളുടെ രൂപത്തിലേക്ക് മാറുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ടൈമിന്റെ ഒരു ഇതെന്തായാലും വരും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടാങ്ക് ആണ് ഉപയോഗിക്കുന്നത്. അത് കാരണം കുട്ടികൾ പരമാവധി ഉള്ള ആ ഒരു വേസ്റ്റ് കൊണ്ട് ഫസ്റ്റ് ടാങ്ക് നിറഞ്ഞിട്ടില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. അപ്പൊ അതിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് കിട്ടുക. നമ്മൾ വളം എടുത്തിട്ടില്ലല്ലോ. വളം എടുത്തിട്ടുണ്ടോ? ഓക്കെ. പിന്നെ ഇനോക്കുലം പൗഡർ തന്നെ നമ്മൾ ഫീഡ്ബാക്ക് വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് എടപ്പറ്റ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ പഞ്ചായത്ത് ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ തന്നെ CDS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് നമ്മൾ സൗജന്യമായിട്ട് ലഭിക്കും. അല്ല, നമ്മളതിന് ക്യാഷ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ക്യാഷ് അടച്ചാൽ കിട്ടുന്നുള്ളത് നമ്മൾ ഫീഡ്ബാക്ക് കോളിങ്ങിന്റെ ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന്റെ തന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വളം ഇപ്പൊ എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ എടുക്കുന്ന ടൈം ആകുമ്പോഴേക്ക് സെക്കൻഡ് ടാങ്കും യൂസ് ചെയ്യണം. ആ സെക്കൻഡ് ടാങ്ക് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ടാങ്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ പൊടിയായിട്ടുള്ള വളം ആ വളങ്ങളുടെ രൂപത്തേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതിന് മുന്നേ എന്താ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ? ഇതിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് നേരത്തെയൊക്കെ വീടുകളിൽ നിന്നൊക്കെ വന്ന് കഞ്ഞിവെള്ളം എടുത്തോളൂ വേസ്റ്റ് അതിലിടുമായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിടും, അല്ലെങ്കിൽ ഞാൻ പച്ചക്കറി നടുമ്പോൾ അതിന് ചോട്ടിട്ട് മണ്ണിട്ട് മൂടി ചെയ്യും. ഇപ്പോൾ ഡൈജസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടും അതിന് മുന്നേ എന്താണ് ഇപ്പൊ അംഗനവാടിയിലേക്ക് ചുറ്റുപാടിലാണെങ്കിലും വന്നൊരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഡൈജസ്റ്ററിനെ? അംഗനവാടി ക്ലീൻ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ പരിസരം ഒന്നാരും നോക്കിയാലും വേസ്റ്റ് ഒന്നും കിടന്ന് ക്ലീൻ ആണ്. അതുകൊണ്ട് വേസ്റ്റൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിശ്ചയിക്കും. ഇവിടെ പിന്നെ ചുറ്റുവശവും താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരുടെയും ബുദ്ധിമുട്ടില്ല. നമുക്ക് വലിച്ചെറിയാൻ്റെ ആവശ്യമൊന്നും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ബാധ്യതയില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ 2 ടീച്ചർമാർക്കാണെങ്കിലും ഉപയോഗിക്കാൻ സൗകര്യപ്രദം തന്നെയാണല്ലോ ഡൈജസ്റ്റർ. എന്തായാലും നമ്മുടെ ഡൈജസ്റ്റർ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്ന നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി. നമ്മൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും സാധൂകരിച്ച് തരും. അപ്പോൾ എന്തായാലും നന്ദി. ഓക്കെ, താങ്ക് യു.